ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് ലിംഗ്വിസ്റ്റുകളുടെ, ഇന്ത്യൻ ലിംഗ്വിസ്റ്റുകളിലെ അല്ലെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യയിലെ മേജർ ലിംഗ്വിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസും അവരുടെ വർക്ക്സിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം പാണിനി. പാണിനി 5th സെഞ്ച്വറി BC ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏൻഷ്യൻ ഇന്ത്യൻ ലിംഗ്വിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക് എന്ന് പറയുന്നത് അഷ്ടാധ്യായി. അതിനകത്ത് സാൻസ്ക്രിറ്റ് ഗ്രാമറിനെ കുറിച്ച് സയൻറ്റിഫിക് ആയിട്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. 4000 സൂത്രാസ് ആണുള്ളത്. വളരെ കൺസൈസ് ആൻഡ് ഷോർട്ട് സ്റ്റൈലിലാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു ഫോർമൽ ഗ്രാമാറ്റിക്കൽ സിസ്റ്റത്തിലാണ് പാണിനി ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് മാത്തമാറ്റിക്കൽ റൂൾസിനോട് ഒരു സിമിലാരിറ്റിയോട് കൂടിയാണ് അദ്ദേഹം ഈ സാൻസ്ക്രിറ്റ് ഗ്രാമറിനെ സയൻറ്റിഫിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്കിനകത്ത്. ഇപ്പോൾ മെറ്റാ ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മെറ്റാ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് അനദർ ലാംഗ്വേജ്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ അൽഗോറിതംസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ ആ ഒരു റൂൾ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലാണ് ഇദ്ദേഹം ഈ സാൻസ്ക്രിറ്റ് ഗ്രാമറിനെ കുറിച്ചുള്ളത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു വർക്കിനകത്ത്. അപ്പം റൂൾസ് വെച്ചിട്ടാണ് അദ്ദേഹം സ്ട്രക്ചേഴ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു വർക്കിനകത്ത് സാൻസ്ക്രിറ്റ് ഗ്രാമറിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ബോത്ത് വേർഡ് ഫോർമേഷനെ കുറിച്ചും സെൻറ്റൻസ് ഫോർമേഷനെ കുറിച്ചും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ശിവസൂത്രാസ് എന്നും പറഞ്ഞ് കുറച്ച് സൂത്രാസ്, അതായത് ആ വർക്കിനകത്ത് സൂത്രാസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ശിവസൂത്രാസ് എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫോണീംസിനെ, സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലെ ഫോണീംസിനെ എല്ലാം ഇദ്ദേഹം സയൻറ്റിഫിക് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആ ഫോണീംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ശിവസൂത്രാസ് എന്ന് പറയുന്നത്. വൗവൽസ് ഏതൊക്കെയാണ്, കോൺസണൻസ് ഏതൊക്കെയാണ്, സെമി വൗവൽസ് ഏതൊക്കെയാണെന്നുള്ളത് അക്കോർഡിംഗ് ടു ആർട്ടിക്കുലേഷൻ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോമ്പിനേഷൻ വേർഡുകൾ തമ്മിൽ അല്ലെങ്കിൽ സൗണ്ടുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളുണ്ടല്ലോ, സൗണ്ടിന് വരുന്ന വ്യത്യാസങ്ങൾ, അതിനെ വെച്ചിട്ട് അദ്ദേഹം സന്ധി റൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മോർഫോളജിക്കൽ അനാലിസിസ് സിസ്റ്റം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഡിറൈവ്ഡ് വേർഡ്സും റൂട്ട് വേർഡ്സും തമ്മിൽ അദ്ദേഹം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് അത് വളരെ പ്രിസൈസ് ആയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കോമ്പൗണ്ട് വേർഡ്സിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെന്താണ് വേരിയേഷൻസ്, സ്പോക്കൺ സാൻസ്ക്രിറ്റിലും റിട്ടേൺ സാൻസ്ക്രിറ്റിലും ഉണ്ടാകുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസിനെ കുറിച്ചും അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റീജിയണൽ വൈസ് അല്ലെങ്കിൽ ഡയലക്റ്റൽ ഡിഫറൻസസ് ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജും അദ്ദേഹം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ നമ്മുടെ വെസ്റ്റേൺ ലിംഗ്വിസ്റ്റുകളായിട്ടുള്ള ബ്ലൂംഫീൽഡും നോം ചോംസ്കിയും ഒക്കെ പാണിനിയുടെ ഈ ഐഡിയാസ് വെച്ചിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഗ്രാമറാണ് സാൻസ്ക്രിറ്റിനെ ഒരു സ്റ്റേബിൾ ഫോമിൽ പ്രിസർവ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട്, അതായത് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് സാൻസ്ക്രിറ്റ് ഇദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഗ്രാമറിനകത്ത് ഫോണറ്റിക്സ്, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ പാണിനിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഗ്രാമാറ്റിക്കൽ ട്രഡീഷൻ അല്ലാതെ അഥവാ വ്യാകരണ എന്നുള്ളതിന് ഒരു ഫൗണ്ടേഷൻ കൊടുത്തത്. അടുത്തത് കാത്യായനയാണ്. കാത്യായന 3rd സെഞ്ച്വറി BC ഒരു കീ ഗ്രമേറിയൻ ആയിരുന്നു. അദ്ദേഹം പാണിനിയുടെ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്തത്. അദ്ദേഹം എഴുതിയിരുന്നതിൻ്റെ പേര് വർത്തികാസ് എന്നാണ്. അതായത് പാണിനിയുടെ സൂത്രാസിനെ ബേസ് ചെയ്ത് ഇദ്ദേഹം കുറച്ച് ക്രിട്ടിക്കൽ നോട്ട്സ് എഴുതി. അതിനെയാണ് അദ്ദേഹം വർത്തികാസ് എന്നാണ് കാത്യായനയുടെ ഇതിനെ പറയുന്നത്. 1500 എക്സ്പ്ലനേഷൻസും കറക്ഷൻസും അഡീഷൻസും ഒക്കെ അദ്ദേഹത്തിൻ്റെ വർത്തികാസ് ഓഫർ ചെയ്യുന്നുണ്ട്. പാണിനിയുടെ ടെക്സ്റ്റിനകത്തുള്ള കുറച്ച് കൺഫ്യൂഷൻസിനെ ഇദ്ദേഹം ക്ലാരിഫൈ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ് വർത്തികാസ്. റൂൾസും അതിന് പകരമുള്ള ഓൾട്ടർനേറ്റീവ്സും ഒക്കെ ഇദ്ദേഹം ജസ്റ്റിഫിക്കേഷനോട് കൂടി തന്നെ എഴുതിയിട്ടുണ്ട്. ഏർലിയസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ലിംഗ്വിസ്റ്റിക് പിയർ റിവ്യൂ ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത്. അതായത് മറ്റൊരാൾ എഴുതിയതിനെ റിവ്യൂ പോലെയാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. പാണിനി എഴുതിയതിൻ്റെ ക്ലാരിഫിക്കേഷൻസും എല്ലാം ആണ് ഇദ്ദേഹം വർത്തികാസിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പാണിനിയുടെ ഗ്രാമറിൻ്റെ പ്രിസിഷൻ ഇംപ്രൂവ് ചെയ്തത് കാത്യായനയാണ്. ആൻഡ് അതുപോലെ തന്നെ പാണിനിയുടെ റൂളിനെ എക്സ്പാൻഡ് ചെയ്തതും ഇദ്ദേഹം തന്നെ ആയിരുന്നു. കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു, അതിനെയൊക്കെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തതും കാത്യായനിയാണ് അദ്ദേഹത്തിൻ്റെ വർത്തികാസിലൂടെ. പിന്നെ എന്താണ് യൂസേജും റൂൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്ലോർ ചെയ്തു ഇദ്ദേഹം. മോർഫോളജിയെക്കുറിച്ചാണ് ഇദ്ദേഹം കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്, മോർഫോളജിയിലാണ്, അതായത് വേർഡ്സിലെ ഡെറിവേഷനിലും ഒക്കെയാണ്. പിന്നെ ഫോണോളജിക്കൽ എക്സ്പ്ലനേഷൻസും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, റിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന് സിൻടാക്റ്റിക് സ്ട്രക്ചറിലായിരുന്നു ഡീപ്പായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഗ്രാമറിനെ മീനിങ്ങുമായിട്ടും അദ്ദേഹം കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമർ എന്ന് പറയുന്നത് ആക്ച്വൽ ലാംഗ്വേജ് യൂസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം എന്നാണ് ഇദ്ദേഹം എംഫസൈസ് ചെയ്തത്. പിന്നെ ടെക്നിക്കൽ ടെർമിനോളജീസ് ഒക്കെ ഇദ്ദേഹം കുറേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഗ്രാമറിനകത്ത്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് പ്ലസ് ക്രിറ്റിസിസമാണ് അദ്ദേഹത്തിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തൊന്നും അദ്ദേഹം എഴുതിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. സാൻസ്ക്രിറ്റിനെ കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ, പിന്നീട് കുറച്ച് ലേറ്റർ ആയിട്ടുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള പതാഞ്ജലിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്.
ആൻഡ് വ്യാകരണം അല്ലെങ്കിൽ ഗ്രാമറിന് ഒരു ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ വർക്കാണ്. ആൻഡ് ഇദ്ദേഹത്തിനെയാണ് നമ്മൾ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് കമൻറ്റേറ്റർ ഇൻ ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പതാഞ്ജലി. പതാഞ്ജലി 2nd century BCയിലാണ് വന്നത്. അദ്ദേഹം എഴുതിയിരുന്നത് മഹാഭാഷ്യ എന്നാണ്, അല്ലെങ്കിൽ അതേ മഹാഭാഷ്യ എന്നുള്ളതാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. മഹാഭാഷ്യ എന്ന് വെച്ചാൽ ഗ്രേറ്റ് കമൻറ്ററി. അതെന്ന് വെച്ചാൽ പാണിനിയെക്കുറിച്ചും കാത്യായനിയെക്കുറിച്ചും ഉള്ളൊരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കമൻറ്ററി വർക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ്, ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പതാഞ്ജലി കോംപ്ലക്സ് ഗ്രാമറിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഗ്രാമറിനെ ഫിലോസഫിയായിട്ടും ലോജിക്കുമായിട്ടും കമ്മ്യൂണിക്കേഷനുമായിട്ട് ഇദ്ദേഹം കണക്ട് ചെയ്തു. സ്പീക്കേഴ്സ് എങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തു. പിന്നെന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംബിഗ്വിറ്റി, കൺഫ്യൂഷൻസ് എന്നൊക്കെ പറയുന്ന മീനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നും, അതുപോലെ തന്നെ എന്താണ് ലാംഗ്വേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണെന്നും ഒക്കെ ഇദ്ദേഹം എംഫസൈസ് ചെയ്തു. ആൻഡ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ഇദ്ദേഹം സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള കോൺസെപ്റ്റിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്പോക്കൺ ഡയലക്റ്റിലാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെന്താണ് പ്രൊനൗൺസിയേഷനും റിസിറ്റേഷനും ഒക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഇദ്ദേഹം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോണറ്റിക്സ്, മോർഫോളജി, സിൻടാക്സിലൊക്കെ ഇദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അനാലിസിസ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് സംസ്കാര എന്നുള്ള ഐഡിയ ഡെവലപ്പ് ചെയ്ത ഇദ്ദേഹമാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാമർ എങ്ങനെയാണ് സേക്രഡ് ടെക്സ്റ്റിൻ്റെ പ്യൂരിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളതും, പിന്നെന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജിനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലാതെ പ്രിസ്ക്രിപ്റ്റീവ് റൂൾസിനല്ല ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആൻഡ് ഓൾസോ ഗ്രാമറിനെ ഒരു മേജർ ഫിലോസഫിക്കൽ ഡിസിപ്ലിനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ വർക്കാണ്. പാണിനി, അതായത് ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ടായിരുന്നു പാണിനിയുടെ വർക്ക്സിനെതിരെ, അതിനെയെല്ലാം ഡിഫെൻഡ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. പിന്നെ കാത്യായനിയുടെ കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് കറക്റ്റ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സിന് ഇമ്പോർട്ടൻസ്, അതായത് ശുദ്ധ പ്രയോഗ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തതും ഇദ്ദേഹം തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് പിന്നെ ഭർതൃഹരിയാണ്. ഭർതൃഹരി ഒരു ഫിലോസഫർ ടേൺഡ് ലിംഗ്വിസ്റ്റ് ആണ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക് എന്ന് പറയുന്നത് വാക്യപാദ്യ എന്നുള്ളതാണ് കേട്ടോ. അതായത് ലാംഗ്വേജ് ഫിലോസഫിയിലാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. സ്പോഡ തിയറിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഭർതൃഹരിയാണ്. എങ്ങനെയാണ് മീനിങ് ഹോളായിട്ട് അപ്പിയർ ചെയ്യുന്നത് ഒരു വാക്കിൽ. ആൻഡ് മീനിങ് എന്ന് പറയുന്നത് വേർഡ് ബൈ വേർഡ് ഗ്രാസ്പ് ചെയ്യുന്ന കാര്യമല്ല, ഒരു സിംഗിൾ മെൻ്റൽ യൂണിറ്റ് ആയിട്ട് വേണം നമ്മൾ മീനിങ്ങിനെ അനലൈസ് ചെയ്യാനെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്പോഡ എന്നുള്ള വാക്കിനെ ഇദ്ദേഹം ഫോണീമായിട്ടും വേർഡായിട്ടും സെൻറ്റൻസ് ലെവൽസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ടും മീനിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് ഭർതൃഹരിയാണ്. എങ്ങനെയാണ് മൈൻഡ് ലാംഗ്വേജിനെ പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളതും മോഡേൺ സൈക്കോ ലിംഗ്വിസ്റ്റിക്സിനും ഒക്കെയുള്ള ഐഡിയാസൊക്കെ ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്തുണ്ടായിരുന്നു. ലാംഗ്വേജിനെ ഒരു കോഗ്നിറ്റീവ് ആക്ടിവിറ്റി ആയിട്ടാണ് ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റി ആയിട്ട്. പിന്നെ ഭർതൃഹരി സെൻറ്റൻസിനെ എങ്ങനെ, അല്ലെങ്കിൽ വാക്യത്തിനെ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്, മീനിങ്ങിൻ്റെ പ്രൈമറി യൂണിറ്റ് ആയിട്ടാണ് ഇദ്ദേഹം സെൻറ്റൻസിനെ വ്യൂ ചെയ്തിട്ടുള്ളത്. കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷന് വഴിയൊരുക്കുന്നതെന്നാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വൽ സൗണ്ടും ധ്വനിയും ഇൻറ്റേർണൽ മീനിങ് സ്പോഡയും തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ്മെൻറ്റും ഇദ്ദേഹം തന്നെയാണ് നടത്തിയത്. ഓക്കെ, പിന്നെ സെൻറ്റൻസ് മീനിങ് അദ്ദേഹം ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് അനലൈസ് ചെയ്തത്. ലാംഗ്വേജിനെ നമുക്ക് ഒരിക്കലും തോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇദ്ദേഹം ആർഗ്യൂ ചെയ്തത്. പിന്നെന്താണ് റിയാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാമർ എസെൻഷ്യൽ ആണെന്നും ഫിലോസഫിയെയും ഗ്രാമറുമായിട്ടും ഒക്കെ ഇദ്ദേഹം കമ്പൈൻ ചെയ്തുമൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാംഗ്വേജ് എങ്ങനെയാണ് സോഷ്യൽ കൾച്ചറൽ പ്രാക്ടീസസിൽ റിഫ്ലക്റ്റഡ് ആവുന്നതെന്നുള്ളതും, പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ തിയറീസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് ഫിലോസഫിക്കൽ സ്കൂൾസിനെ ലേറ്റർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. പിന്നെന്താണ് അതുപോലെ തന്നെ ഇന്ത്യൻ സെമാറ്റിക് ട്രഡീഷനിൽ വാക്യപാദ്യ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോർണർ സ്റ്റോണും കൂടിയാണ്. അപ്പോൾ ഗ്രാമറിനെയും ഫിലോസഫിയെയും കൂടി കണക്ട് ചെയ്ത് പറഞ്ഞതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഭർതൃഹരി എന്ന് പറയുന്നത്.